ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ അയ്യപ്പൻ്റെ പേരിൽ നടത്തിയ സകലമാന തട്ടിപ്പുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദേ ഒടുവിൽ വന്നതാണ് നമ്മുടെ ഗ്ലോബൽ അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടത്തിയ കോടികളുടെ തട്ടിപ്പ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ഈ കൊടുത്തിരിക്കുന്ന ബില്ലുകളെല്ലാം തന്നെ ഉഡായിപ്പാണ്. വെറും 500 പേര് മാത്രം പങ്കെടുത്ത ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് 3000 പേരുടെ ഭക്ഷണത്തിൻ്റെ ബില്ലാണ് അവർ വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, നന്ദഗോവിന്ദം എന്ന് പറയുന്നൊരു ഭജന ടീമിൻ്റെ പേരിൽ 8 ലക്ഷം രൂപ ബില്ല് കാണിച്ചിരിക്കുന്നു. എന്നാൽ അങ്ങനെ ഒരു ഭജനയും നടന്നിട്ടില്ല, ഭജന ടീമും അവിടെ വന്നിട്ട് പോലുമില്ല. ഏതാണ്ട് 3,40,00,000 രൂപയുടെ നഷ്ടമാണ് ഇതുമൂലം ദേവസ്വം ബോർഡിന് മാത്രം ഉണ്ടായത്. അതുമാത്രമല്ല, കൃത്യമായ ടെൻഡർ വിളിക്കാതെ സ്വകാര്യ കമ്പനികൾക്ക് ഈ കരാറുകളെല്ലാം തന്നെ ഇവർ മറിച്ചു കൊടുത്ത് അതുവഴി ഇവർ പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യപ്പനെ പരിപാലിക്കുകയും കൃത്യമായി വിളക്ക് കത്തിക്കുകയും പൂജയും ചെയ്യേണ്ട നമ്മുടെ തന്ത്രിയാണ് മുൻപന്തിയിൽ നിന്ന് നമ്മുടെ അയ്യപ്പൻ്റെ വിലപിടിപ്പുള്ള സ്വർണവും കിണ്ടിയും മൊന്തയും ഉൾപ്പെടെ സകലമാന സാധനങ്ങളും കട്ടുകൊണ്ടുപോയത്. അയ്യപ്പൻ എന്തിനാണ് ഇത്രയും വിലപിടിപ്പുള്ള സ്വർണം എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന നമ്മളെ തന്ത്രിക്കും മറ്റ് കള്ളന്മാർക്കും ഇപ്പോൾ അയ്യപ്പൻ്റെ പവർ എന്താണെന്നുള്ള മനസ്സിലായിട്ടുണ്ട്. ഇത്രയും നാൾ അയ്യപ്പൻ ഇല്ല എന്ന് വിചാരിച്ചായിരിക്കും അയ്യപ്പൻ്റെ മുഴുവൻ വിലപിടിപ്പുള്ള സാധനങ്ങളും കട്ടുകൊണ്ടുപോയത്. ഇപ്പം എന്തായാലും അയ്യപ്പൻ ഉണ്ടെന്നും അയ്യപ്പൻ്റെ ശക്തി എന്താണെന്നും തന്ത്രിക്കും മറ്റ് കള്ളന്മാർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി എന്തായാലും വരും ദിവസങ്ങളിൽ ഏതൊക്കെ തട്ടിപ്പ് എവിടെയൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇപ്പം രാഷ്ട്രീയക്കാരും മറ്റ് കള്ളന്മാരും എല്ലാം ജനങ്ങളെ മാത്രമല്ല കൊള്ളയടിക്കുന്നത്, അയ്യപ്പൻ്റെയും അയ്യപ്പൻ്റെ പേരും പറഞ്ഞ് എല്ലാ രീതിയിലുമാണ് അവർ കട്ടുമുടിക്കുന്നത്.